ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു ചെറിയ സൺഡേ മിനി വ്ലോഗാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് കേട്ടോ. സോ ദിസ് വാസ് മൈ ഔട്ട്ഫിറ്റ് ഫോർ ദ ഡേ ആൻഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റ് വാസ് എഗ്ഗും പഴവും ആയിരുന്നു കേട്ടോ. സോ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ക്യാബിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ ലഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പം ദിസ് വാസ് നോട്ട് സംതിങ് വിച്ച് വി ബുക്ക്ഡ്. ഇതെൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് കൊടുത്ത ഒരു ബുഫേ കൂപ്പൺ ആയിരുന്നു കേട്ടോ. സോ വി തോട്ട് വിൽ ഗോ ആൻഡ് റെഡീം ഇറ്റ് ടുഡേ ബിക്കോസ് ഇത് കിട്ടിയിട്ട് 2-3 മാസമായി. സോ ഈ മന്ത് എൻഡിങ് കൊണ്ട് അത് തീരും. സോ വി തോട്ട് വിൽ ഗോ ആൻഡ് ടേക്ക് ദിസ് ടുഡേ. സോ നമ്മൾ പോയത് ഷെറട്ടണിലായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് എ ബുഫേ ആൻഡ് ലഞ്ച് ബുഫേ ആയിരുന്നു. സോ ഞാൻ വളരെ ഹൈ എക്സ്പെക്ടേഷനോടെ പോയതാണ്. ബട്ട് ഐ തിങ്ക് ബിക്കോസ് ഇറ്റ് വാസ് ലഞ്ച് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കമ്പയറിങ് ടു ഡിന്നർ. ഐ തിങ്ക് ഡിന്നറിനായിരുന്നു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ബിക്കോസ് ഒരുപാട് സീ ഫുഡ് ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. ലൈക്ക് ഐ ഡോണ്ട് ഫൈൻഡ് സ്ക്വിഡും പ്രോൺസും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബട്ട് ഉള്ള ഐറ്റംസ് ഒക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല ഐറ്റംസ് ഒക്കെ തന്നെയായിരുന്നു. ഐ മീൻ ദ ആംബിയൻസ് വൈസ് ഓൾസോ ഇറ്റ് വാസ് ഗുഡ് ആൻഡ് ദ ഫുഡ് വാസ് ഓൾസോ ഗുഡ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്തില്ലെങ്കിലും സംവെയർ ഹിയർ ആൻഡ് ദെയർ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് വാസ് മൈ സ്റ്റാർട്ടേഴ്സ്. ഞാൻ എടുത്ത സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു കേട്ടോ ഇത്. വെജും നോൺ വെജും അതിലുണ്ട്. സോ ഐ ലൈക്ക് ആൻഡ് ഓൾസോ ദേ ഹാഡ് കേരള കുസീൻ ഓൾസോ. ആൻഡ് കേരള എന്ന് പറയുമ്പോൾ ലൈക്ക് ഫിഷ് മോളി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ എൻ്റെ ഹസ്ബൻഡ് അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫിഷിൻ്റെ ഐറ്റംസ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് അതർ ദൻ ദാറ്റ് എവറിത്തിങ് വാസ് ഗുഡ്. ഞാനും കുറച്ച് തായ് കുസീൻ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിസ് വാസ് തായ്, മറ്റേ നമ്മുടെ ജാസ്മിൻ റൈസ് ഇല്ലേ തായ് കുസീനിൽ. സോ ഇറ്റ് വാസ് ദാറ്റ് ആൻഡ് ചിക്കൻ തായ് കറി ഒക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് നൈസ്. ആൻഡ് ഡെസേർട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും എല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് വി വാണ്ടഡ് ടു ട്രൈ എ ഫ്യൂ. അതൊക്കെ ടേസ്റ്റ് ഒക്കെ നോക്കി. ഇറ്റ് വാസ് നൈസ്. അങ്ങനെ ബാത്റൂം മിറർ സെൽഫീസ് ആൻഡ് വീഡിയോസ് ഇസ് മാൻഡറ്ററി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സോ സിൻസ് നമ്മുടെ ഒറൈൻ മോൾ ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നുകൊണ്ട് വി തോട്ട് വിൽ ഗോ ദെയർ ഓൾസോ. ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, കുറച്ച് നേരം. പിന്നെ എൻ്റെ ഭൂമിയിലെ സ്വർഗമാണ് ഈ ദിസ് ഹോം സെൻറ്റർ. ബിക്കോസ് എവറി ടൈം ഐ കം ഹിയർ ഐ മേക്ക് ഷുവർ ഐ വിസിറ്റ് ഹിയർ ബിക്കോസ് എനിക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട്. ബട്ട് ദിസ് ടൈം ഐ ഡോണ്ട് ബൈ എനിത്തിങ്. നമ്മളൊന്നും വാങ്ങിയില്ല. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ എൻ്റെ കസിൻസിനെ കാണാൻ പോവാണ് കേട്ടോ. സോ ദേ 2-3 കിലോമീറ്റേഴ്സ് ദൂരം മാത്രമേ ഉള്ളൂ കസിൻസിൻ്റെ അടുത്തേക്ക്. സോ നമ്മൾ പോയതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. മൈ സിസ്റ്റർ ഈസ് പ്രഗ്നൻറ്റ് ഐ തിങ്ക് ആൻഡ് ഷിൽ ബി ഡ്യൂ ഇൻ അതർ 2 or 3 വീക്സ്. സോ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് മെയിനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ബ്രദർ ഒഴിച്ച് ബാക്കി എല്ലാ കസിൻസും ഉണ്ടായിരുന്നു. സോ ഈ റൂം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറീസ് ഉള്ള റൂമാണ് കേട്ടോ. ഇത് ടെറസിൽ ഒരു സിംഗിൾ റൂമാണ്. സോ ലൈക്ക് എവറി ടൈം വി കം വി കസിൻസ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ അവിടെ പോയിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ചില്ലടിച്ചിരിക്കും കേട്ടോ. ഇറ്റ് വാസ് ബിക്കോസ് നമ്മുടെ സ്ലീപ്പ് ഓവേഴ്സ് ഒക്കെ എല്ലാവരും കൂടെ കിടക്കുന്നത് ഈ ഒരൊറ്റ റൂമിലായിരിക്കും. സോ ഈ റൂം ഞങ്ങൾക്കൊരു നല്ല മെമ്മറിയാണ്. സോ അവിടെയൊക്കെ പോയി ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ കത്തിയൊക്കെ അടിച്ചിരുന്നതിന് ശേഷം ഇത് അവരുടെ പുറത്തു നിന്നുള്ള ബാൽക്കണിയിൽ നിന്നും ടെറസിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ആ ചെടി ഇറ്റ് വാസ് ലൈക്ക് നൈസ്. അപ്പം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്ത് കുറേ നേരം സംസാരിച്ചു. ഒരു 2-3 hours ആയി ഞങ്ങളിങ്ങനെ ടെറസിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് താഴെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സോ എൻ്റെ എൽഡർ ബ്രദർ അപ്പോഴത്തേക്കും ഗർഭിണിയായ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഇങ്ങനെ റോള് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസം കൊണ്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ബ്രദർ ഇപ്പോൾ പുറത്തായിരുന്നു. സോ ആസ് സൂൺ ആസ് ഹി കെയിം ബാക്ക് അത് പിറ്റേ ദിവസം തന്നെ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡാണ് എല്ലാം. ഒരുവിധം ഉണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഹോം മെയ്ഡ് തന്നെ. ബ്രദർ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരുപാട് ഓയിലോ അങ്ങനെയൊന്നും ഫില്ലിങ്ങിനൊക്കെ ഒരുപാട് ഓയിലും മയോ ഒക്കെ യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയ ഒരു കുടു റോളായിരുന്നു. നല്ല അടിപൊളി റോളായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്തെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ റോളൊക്കെ കഴിച്ച് നല്ലൊരു ചൂട് ചായയും കുടിച്ച് ഞങ്ങളുടെ യൂഷ്വൽ കാർഡ് ഗെയിംസ് ആണ് കേട്ടോ. എപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ടൈമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കളിക്കും. ലൈക്ക് ഞങ്ങൾ കുട്ടികളും അച്ഛന്മാരൊക്കെ കൂടെ കളിക്കുന്ന ഞങ്ങളുടെ സ്ഥിരം ഒരു കളിയുണ്ട്. ലൈക്ക് കഴുത കളിക്കുക എന്ന് പറയും. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ്സ് കോൾഡ് ഇൻ അതർ പ്ലേസസ്. ഞങ്ങളിവിടെ കഴുത കളിക്കുക എന്നാട്ടോ പറയാം. കഴുത കളിക്കും, പിന്നെ ബ്ലഫ് കളിക്കും. സോ ഇറ്റ് വാസ് നൈസ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായി. ഇറ്റ് വാസ് ഓൾറെഡി ലേറ്റ് 9 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേബീനോടൊക്കെ ബായ് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. സോ എൻ്റെ ബ്രദർ ഇതുപോലെ ലൈക്ക് വെനെവർ ഹി വിസിറ്റ്സ് എനി അതർ കൺട്രീസ് ഹി മേക്ക് ഷുവർ ഹി ഗെറ്റ്സ് ചോക്ലേറ്റ്സ് ഫോർ അസ്. അവിടെ എന്താണോ ഫേമസ് അതൊക്കെ ഇങ്ങനെ കൊണ്ടുതരും. സോ ലൈക്ക് അതൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും ഷെയർ ഡിവൈഡ് ചെയ്തെടുത്ത് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോകാൻ നേരത്ത് എൻ്റെ ബ്രദർ ഇൻ ലോ ഉണ്ടായിരുന്നു. സോ ലൈക്ക് വി ഓൾ വെന്റ് ടുഗെദർ. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 30-40 മിനിറ്റ്സ് എടുക്കും വീടെത്താൻ. ട്രാഫിക് ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുന്നേ എത്തും. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ മെയിൻ കോൺവെർസേഷൻ ആയിരുന്നു ബേബി വരാൻ പോകുന്നതിൻ്റെ ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ടെൻഷനും എല്ലാം ഉണ്ട് കേട്ടോ. ടു ബി വെരി ഓണസ്റ്റ് വിർ ഓൾ വെരി മച്ച് വെയിറ്റിംഗ്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ സൺഡേ വിശേഷങ്ങൾ. സോ ഐ നോ ഇറ്റ്സ് എ വെരി സ്മോൾ വ്ലോഗ്. ബട്ട് സ്റ്റിൽ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.